ഇറാനെതിരെ വീണ്ടും വെല്ലുവിളിയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കുമെന്ന നടപടികൾ സ്വീകരിക്കുമെന്നും ഹോർമുസ് കടലിടുക്ക് ഉടൻ തന്നെ അമേരിക്കൻ പ്രദേശമായി പ്രഖ്യാപിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഉപാധികൾ അംഗീകരിക്കാതെ ഹോർമുസ് തുറക്കില്ലെന്ന നിലപാടിൽ ഉറച്ചിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയുമായി ചർച്ച നടത്തുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, വീണ്ടും ഇറാനെതിരെ വെല്ലുവിളിയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുന്നു. ഇറാനെ കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കുമെന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ തരം നീക്കങ്ങളിലേക്കായിരിക്കും ട്രംപ് പോകുന്നത്? വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായത്. ഒരു ഭാഗത്ത് മധ്യസ്ഥ രാജ്യങ്ങൾ, ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു സമവായത്തിന് വേണ്ടി തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് ഒരു അമേരിക്കൻ പ്രദേശമായിട്ട് ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നും ഇറാനെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തുമെന്നുള്ള ഒരു പ്രതികരണം അദ്ദേഹം നടത്തുകയുണ്ടായി. അതുമാത്രമല്ല, സാമ്പത്തികമായിട്ട് പരമാവധി കടുത്ത നടപടികൾ തങ്ങൾ സ്വീകരിക്കാൻ പോവുകയാണ്. അതിലൂടെ പൂർണ്ണമായിട്ടും ഇറാനെ തകർക്കുക എന്നത് തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന അർത്ഥത്തിലുള്ള, അതായത് ആക്രമണത്തിന്റെ രീതികൾ പൂർണ്ണമായിട്ടും മാറ്റുകയും നിലവിലുള്ള ഉപരോധം കൂടുതൽ കർശനമാക്കുക, അതോടൊപ്പം മറ്റ് സാമ്പത്തിക ഉപരോധ നടപടികളിലൂടെ ഇറാനെ പൂർണ്ണമായിട്ടും ആഭ്യന്തരമായിട്ടുള്ള കാലുഷ്യങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും തള്ളിയിടുക എന്നതായിരിക്കണം ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ലക്ഷ്യമിടുന്നത്. ഏതായാലും ഈ ഒരു പ്രതികരണം വിവാദമായ പശ്ചാത്തലത്തിലായിരിക്കണം വൈറ്റ് ഹൌസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ട്രംപ് കേവലമായ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ ഒരു തമാശ മാത്രമാണ്, ഇതിലപ്പുറം ഒരു വെയിറ്റ് അതിന് കൊടുക്കേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ് US മാധ്യമങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ട്രംപ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് ഫലത്തിൽ ഈ ഒരു സമവായ നീക്കങ്ങളെയാണ് വലിയ തോതിൽ തന്നെ പ്രയാസപ്പെടുത്തുന്നത്. അതുമാത്രമല്ല, ട്രംപിന്റെ ഈ പ്രതികരണം വന്ന ഉടൻ തന്നെ ഇറാൻ സൈനിക നേതൃത്വവും വളരെ ശക്തമായിട്ടുള്ള പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നു. സൈനിക നടപടികളിലൂടെയോ അതല്ല ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രഭാഷണങ്ങളിലൂടെയോ പിന്നെ ഇറാന്റെ ഹോർമുസിന്റെ ഏതെങ്കിലും ഒരു ഭാഗം പോലും കൈയടക്കാൻ അമേരിക്കൻ നേതൃത്വത്തിന് സാധിക്കുകയില്ല. അത് പൂർണ്ണമായിട്ടും ഇറാന്റെ ഒരു പരമാധികാര പ്രദേശം തന്നെയാണ്. അതങ്ങനെ തന്നെ തുടരും. അത് മാറ്റി കുറിക്കാനോ അതിനെ ആ ഭൂപടത്തിൽ വല്ല തോതിലുമുള്ള ഒരു മാറ്റം വരുത്താനോ അമേരിക്കൻ പ്രസിഡന്റിനല്ല ആർക്കും തന്നെ സാധിക്കുകയില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. കാരണം നമുക്കറിയാൻ പറ്റും, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് പാക് ആഭ്യന്തരമന്ത്രി തെഹ്റാനിൽ തങ്ങുകയും നിരവധി നേതാക്കളുമായിട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെറിയ തോതിലെങ്കിലും ഒരു സമവായ നീക്കങ്ങളിലേക്ക് ഇറാനെയും അമേരിക്കയെയും കൊണ്ടുവരാൻ സാധിക്കുമെന്നൊരു പ്രത്യാശ ഖത്തറും അതോടൊപ്പം തന്നെ സൗദിയും ഈജിപ്ത്, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത അതേ സമയത്ത് തന്നെയാണ് ഇത്തരം വളരെ ബാലിശമായിട്ടുള്ള വാദങ്ങൾ, വളരെ വിചിത്രമായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളുമായിട്ട് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, അമേരിക്കയുമായിട്ടുള്ള ചർച്ച ഇതുവരെ തങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഖത്തറും പാകിസ്ഥാനുമായിട്ട് ആശയവിനിമയം നടക്കുന്നുണ്ട്. പക്ഷെ അതിനെ ഒരിക്കലും ഒരു ചർച്ചയായിട്ട് വിലയിരുത്താൻ സാധിക്കുകയില്ല. ആശയവിനിമയം ഒരുപക്ഷെ ഇനിയും തുടർന്നേക്കും. അതോടൊപ്പം തന്നെയാണ് ഒമാനുമായിട്ട് ആഴ്ചകൾ ആയിട്ട് തുടരുന്ന ആ ചർച്ചയും ഹോർമുസിന്റെ ഗതാഗത നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചർച്ചകളിൽ ചില കാര്യങ്ങളിൽ ധാരണയായിട്ടുണ്ട്. പ്രധാനമായിട്ടും കപ്പലുകൾ കടന്നു പോകുന്ന റൂട്ട് മാപ്പ് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇരു രാജ്യങ്ങൾക്കും രൂപപ്പെട്ടതായിട്ട് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അന്തിമമായിട്ടുള്ള ഒരു കരാറിലേക്ക് എത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. പക്ഷേ ആ കരാറിലേക്ക് ഒമാനുമായി എത്തിയാൽ പോലും അത് അമേരിക്കയുമായിട്ടുള്ള ഒരു ചർച്ചയോ അമേരിക്കയുമായിട്ടുള്ള ഒരു സമവായ നീക്കത്തിന്റെ തുടർച്ചയോ ആയിട്ട് തങ്ങൾ വിലയിരുത്തുന്നില്ല എന്നുകൂടി പറഞ്ഞതോടുകൂടി മധ്യസ്ഥ നീക്കങ്ങളും വലിയ തോതിൽ തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതിനിടയിലാണ് UAE-യുടെ മറ്റൊരു എണ്ണ ടാങ്കറിന് നേർക്കുകൂടി ഇന്നലെ ഹോർമുസ് കടലിടുക്കിൽ ആക്രമണം നടന്നത്. ഇതോടുകൂടി ഒരു 3 ദിവസത്തിനുള്ളിൽ മൂന്നാമത്തെ UAE-യുടെ എണ്ണക്കപ്പലിന് നേരെയാണ് ആക്രമണം. അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് UAE വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് നടത്തിയിരിക്കുന്നത്. UAE മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളും അറബ് ലീഗും ഒക്കെ വളരെ ശക്തമായി തന്നെ ഇത്തരം നീക്കങ്ങൾ ഒരു നിലക്കും അംഗീകരിക്കാനാവില്ല എന്നും കപ്പലുകളുടെ സുരക്ഷ എന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സ്ഥലത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. അതിനെ ഈ സ്വഭാവത്തിൽ അട്ടിമറിക്കുന്നതും കടന്നാക്രമണം നടത്തുന്നതും ഒരു നിലക്കും അംഗീകരിക്കാനാവില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമാണ് UAE-യുടെ ഈ കപ്പൽ ആക്രമണ സംഭവവുമായി ബന്ധപ്പെട്ട് വിവിധ ഗൾഫ് അറബ് രാജ്യങ്ങൾ നടത്തിയിരിക്കുന്നത്. നജ്മ.